നിങ്ങളുടെ ജീവിതം ഇപ്പം എങ്ങനെയാണ്? അത് എവിടെ നിൽക്കുന്നത്? അത് തീരുമാനിച്ചത് നിങ്ങളുടെ കഴിവാണോ, നിങ്ങളുടെ സമയമാണോ, ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരുന്നു എന്നതാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. രണ്ടാളുകൾ, രണ്ടുപേരുടെയും കയ്യിൽ ഒരേ മൊബൈൽ, ഒരേ 24 മണിക്കൂർ, ഒരേ ഇൻ്റർനെറ്റ്. ഒരാൾ ആ സമയത്തിനുള്ളിൽ പുതിയ കഴിവുകൾ ആ മൊബൈൽ വെച്ച് പഠിച്ചു, ആരോഗ്യം മെച്ചപ്പെടുത്തി, ബിസിനസ് വളർത്തി, ബന്ധങ്ങൾ ശക്തമാക്കി. മറ്റൊരാൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദിവസം എങ്ങോട്ട് പോയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. വ്യത്യാസം സമയത്തിലാണോ? അല്ല, വ്യത്യാസം ശ്രദ്ധയിലാണ്. ഇന്ത്യൻ ജ്ഞാനപരമ്പരത്തിലെ പല ഗ്രന്ഥങ്ങളിലും വീണ്ടും വീണ്ടും കാണുന്ന ഒരു ആശയമുണ്ട്. മനസ്സ് പോകുന്നിടത്തേക്കാണ് ജീവിതവും നീങ്ങുന്നത്. യോഗസൂത്രങ്ങളിൽ ഏകാഗ്രത എന്നൊരു ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ സ്ഥിരമായി നിലനിർത്താനുള്ള കഴിവിനെയാണ് നമ്മൾ ഏകാഗ്രത എന്ന് പറയുന്നത്, അല്ലേ? അതൊരു ആത്മീയ അഭ്യാസം മാത്രമല്ല, ജീവിതത്തിലെ ഏത് മേഖലയിലും ഉയർന്ന പ്രകടനത്തിൻ്റെ അടിസ്ഥാന കഴിവാണ് ഏകാഗ്രത, ഫോക്കസ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ന്യൂറോ സയൻസിലെ മറ്റൊരാശയമാണ്. നമ്മുടെ തലച്ചോർ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് വിവരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവയെല്ലാം ബോധപൂർവം അനുഭവിക്കുന്നില്ല. കാരണം അത്രമാത്രം ഇൻഫർമേഷനാണ്. തലച്ചോർ എന്താ വെച്ചാൽ പ്രധാനമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ശ്രദ്ധ നൽകുന്നത്. അതിനാലാണ് നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് റോഡിൽ എല്ലായിടത്തും കാണാൻ തുടങ്ങുന്നത്. കാറ് കൂടിയതല്ല, നിങ്ങളുടെ ശ്രദ്ധ മാറിയതാണ്. അതിനാലാണ് ചില ആളുകൾക്ക് അവസരങ്ങൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്, മറ്റ് ചിലർക്ക് പ്രശ്നം മാത്രം കാണാൻ കഴിയുന്നത്. എന്താ കാരണം? പുറം ലോകം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ ശ്രദ്ധയുടെ ദിശ വ്യത്യസ്തമാണ്. ഇവിടെയാണ് നമ്മൾ ഒരു വലിയ തെറ്റ് ചെയ്യുന്നത്. എനിക്ക് ഫോക്കസ് ഇല്ല എന്ന് നമ്മൾ പറയാറില്ലേ? പക്ഷേ ഫോക്കസ് ഇല്ല എന്നല്ല, ഫോക്കസ് എവിടെയോ മറ്റൊരിടത്താണ്. കാരണം ശ്രദ്ധ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, അത് എപ്പോഴും എന്തെങ്കിലും ഒന്നിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ചോദ്യം ഇതാണ്, അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണോ പോണത്, അതോ നിങ്ങളുടെ ഭയങ്ങളിലേക്കും നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യില്ല താരതമ്യങ്ങളിലേക്കും അനാവശ്യ വിവരങ്ങളിലേക്കുമാണോ പോണത്? ഇന്ന് സോഷ്യൽ മീഡിയ കമ്പനികൾക്കറിയാം മനുഷ്യൻ്റെ ഏറ്റവും വിലയേറിയ സമ്പത്ത് പണമല്ല എന്നറിയാം, അത് ശ്രദ്ധയാണ്. നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ നേരം പിടിച്ചു നിർത്തുന്നവനാണ് വിജയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് വേണോ? ആദ്യം നിങ്ങളുടെ ശ്രദ്ധയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കണം. വർഷങ്ങളായിട്ട് വ്യക്തിഗത മെൻറ്ററിങ്ങിൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം ഇതാ: ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് എന്നതിലുപരി അവൻ ദിവസവും എന്തിലേക്കാണ് തൻ്റെ ശ്രദ്ധ ചെലവഴിക്കുന്നത്. കാരണം ശ്രദ്ധയുടെ ദിശ മാറാതെ ജീവിതത്തെ ദിശ മാറില്ല. ഓരോ വ്യക്തിയുടെയും ലക്ഷ്യവും ജീവിത സാഹചര്യമൊക്കെ വ്യത്യസ്തമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരേ ഉപദേശം എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുക. ശരിയായ ദിശയിൽ ശരിയായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ പരിശീലിപ്പിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. എന്നൊരു ചെറിയ കാര്യം അത് ചെയ്യുക. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലും അലഞ്ഞു നടക്കുന്നത് ശ്രദ്ധിച്ചാൽ ഒരു ചോദ്യം മാത്രം ചോദിക്കുക: ഇപ്പോൾ എൻ്റെ ശ്രദ്ധ എൻ്റെ ഭാവി നിർമ്മിക്കുന്ന കാര്യത്തിലാണോ, അല്ലെങ്കിൽ എൻ്റെ ഊർജം ചോർത്തുന്ന കാര്യത്തിലാണോ? ഉത്തരം പറയാൻ നിങ്ങൾ തിടുക്കപ്പെടേണ്ട, ഒരു ചോദ്യം മാത്രം മതി തൽക്കാലം. കാരണം ശ്രദ്ധ മാറുന്ന നിമിഷം മുതൽ ജീവിതവും മാറാൻ തുടങ്ങും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ മഹാകാവ്യങ്ങളിലും മനുഷ്യ മനഃശാസ്ത്രത്തിലും ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. അത് പുറത്തുള്ള യുദ്ധമല്ല, ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും നടക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ പുറത്ത് എത്ര വിജയിച്ചിട്ടും നിങ്ങൾക്കുള്ളിൽ സമാധാനം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ആ യുദ്ധം ജയിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള പല വിജയങ്ങളും സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും.